തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയായ 24 വയസ്സുകാരി ശരണ്യയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 7ആയി. വിവരങ്ങളുമായി MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. സാധാരണയായി വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ്, അപൂർവമായി മാത്രം ആളുകൾ സുഖപ്പെടുന്ന രോഗമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് സുഖപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ലോകത്ത് തന്നെ ഏതാണ്ട് 11 പേർ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ വിവരം എന്താണ്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് തന്നെ വളരെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. ലോകത്ത് 200ഓളം പേർക്ക് മാത്രമാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ അസുഖമാണ് ഈ സംസ്ഥാനത്ത് കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 7 പേർക്ക് ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു യുവതിക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായ 24-കാരിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഈ വീടിന് സമീപത്തെ ഒരു തോട്ടിൽ ഈ യുവതി കുളിച്ചുവെന്ന ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇതിനോടകം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലവിൽ ഈ പ്രദേശത്ത് ബോധവൽക്കരണം നടത്തുകയാണ്. ആരോഗ്യവകുപ്പും ഒപ്പം പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടിയാണ് യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായതും രോഗം സ്ഥിരീകരിച്ചതും രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് തടയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്.